ഇതെന്താ ഇങ്ങനെ അമ്പലത്തിന് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്ന കാര്യം? ഒരു മതിൽ കെട്ടുമ്പോൾ സാമാന്യ മര്യാദ എന്ന രീതിക്ക് ഓപ്പോസിറ്റ് വസ്തുവിനെ ഉള്ളവരെ അറിയിക്കുക എന്നുള്ളതൊരു ധർമ്മമുണ്ട്. നമ്മളെ അറിയിച്ചിട്ട് അവർ കെട്ടിക്കോ. നമസ്കാരം. ഇത് ശരിക്കും വർക്കല അയിരൂർ കായൽപ്പുറം എന്ന സ്ഥലമാണ്. മാമ്പഴം മൂല മഹാഗണപതി ക്ഷേത്രമാണ്. ഒരു ഒരു പ്രത്യേക കാഴ്ച ശ്രദ്ധയിൽപ്പെടാൻ ഇടയുണ്ടായി. കാരണം വെച്ചാൽ ഒരു അമ്പലത്തിൻ്റെ നടുക്കുകൂടെ ഒരു മതിൽ കെട്ടിയിരിക്കുന്ന ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. അതെന്താണെന്ന് അന്വേഷിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇപ്പോൾ അതിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഭരണസമിതിയിലുള്ള ആൾക്കാരല്ലേ? നേരത്തെ ആയിരുന്നു. ഇതെന്താ ഇങ്ങനെ അമ്പലത്തിന് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്ന കാര്യം എന്താ? അവർ നമുക്ക് ഇവിടെ വസ്തുവില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി. ആര്? ഈ നമ്മുടെ മറ്റു കുടുംബക്കാർ, നമ്മളെ കുടുംബത്തിലുള്ള 8 കുടുംബക്കാരുടെയാണ് മക്കളാണ്. അതിലൊരു കുടുംബത്തിലെ ആൾക്കാരാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. നമ്മളെ ഇവിടെ അടിച്ച് പുറത്താക്കി. അതായത് ഈ വസ്തുവിന് നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കി. പക്ഷെ നമുക്കിവിടെ 6 സെന്റ് വസ്തുവുണ്ട്. ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ വകയായിട്ട് ശംഖുവാശാരിയുടെ ശങ്കരനാശാരി എന്നറിയപ്പെടുന്ന ശംഖുവാശാരി അദ്ദേഹത്തിന് ഒരു 6 സെന്റ് വസ്തു ഇവിടെ ഉണ്ട്. അത് ഞങ്ങൾ പിന്നെ കരമടച്ച് കോടതിയിൽ നിന്ന് വിധി വാങ്ങി ഞങ്ങളുടെ വസ്തുവാക്കി മാറ്റി. അതാണ് ഞാൻ ചോദിക്കട്ടെ. ഇതിപ്പോൾ ഒരു വിചിത്രമായ കാഴ്ചയാണ്. ഒരു ക്ഷേത്രത്തിന് ചേട്ടൻ അപ്പുറത്തെ ആളാണോ? ഒരു വിചിത്രമായ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചാനലിൽ നിന്ന് വന്നത്. കാരണം ഒരു ക്ഷേത്രത്തിൽ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്ന കാഴ്ച. പല കാഴ്ചകളും ഉണ്ടാവുമല്ലോ. അപ്പൊ ചേട്ടാ, ഇതിപ്പോ ഇങ്ങനെ പോയി ആരാധന എങ്ങനെ നടക്കും? അവരായിട്ട് നടത്തുകയാണ്. ഇപ്പം നമ്മളെല്ലാം കൂടെ ഒരു കുടുംബക്ഷേത്രം വരുന്നത്. നമ്മൾ പണ്ടേ നമ്മൾ പുരാതന കാലം തൊട്ടേ നമ്മൾ അവരെ 2 അപ്പന്മാരുടെ വകയാണത്. അപ്പോൾ ഈ 2 വസ്തുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തത്. അപ്പോൾ അത് ഇതിപ്പോൾ അത് അവരുടേതാണെന്നുള്ള ഒരു ക്ഷേത്രം ശ്രീകോവിലല്ല, അവരെ വസ്തുവിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്നതുകൊണ്ട് അത് അവരുടെ ക്ഷേത്രമാണെന്ന് മാത്രം അവർ ഇതാക്കിക്കൊണ്ട് കോടതിയിൽ നിന്നുള്ള ആർഡറൊക്കെ വാങ്ങിച്ച് ഞങ്ങളെ വസ്തുവിലിരിക്കുന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞ് അവരുതാണെന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിൽ നിന്ന് ആർഡർ വാങ്ങിച്ച് 5 അടി പൊക്കത്തിൽ പാറ കെട്ടി മതിൽ കെട്ടി അടയ്ക്കാൻ വേണ്ടി ഒരു പെർമിഷൻ ഇപ്പോൾ അടുത്ത കാലത്ത് കിട്ടി. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് അവരെ ക്ഷേത്രമാണെന്നുള്ള ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ അവരിതെല്ലാം കെട്ടി അടച്ചിരിക്കുന്നത്. നമ്മളെ അറിയിച്ചിട്ടില്ല. കോടതി വിധി വന്ന കാര്യം നമ്മളെ അറിയിച്ചിട്ടില്ല. ആമീൻ വന്നു, സർവേയർ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല. ഒരു മതിൽ കെട്ടുമ്പോൾ സാമാന്യ മര്യാദ എന്ന രീതിക്ക് ഓപ്പോസിറ്റ് വസ്തുവിനെ ഉള്ളവരെ അറിയിക്കുക എന്നുള്ളതൊരു ധർമ്മമുണ്ട്. അതവർ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ സ്ഥലം അയിരൂർ CA പോയി കണ്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഓൺ ദ സ്പോട്ടിൽ തന്നെ വന്നിട്ട് പറഞ്ഞു, തൽക്കാലം നിർത്തി വെക്കുക. നിങ്ങൾ 2 പേരും കൂടെ ചേർന്ന് അളന്ന് തിരിച്ച് നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ട ശേഷം. നമ്മളെ അറിയിച്ചിട്ടില്ല. അളന്നിട്ടുണ്ടോ അളന്നില്ല നമ്മൾ അറിയിച്ചിട്ടില്ല. ഞങ്ങൾ 3 പ്രാവശ്യം ഇവിടെ അളന്ന് കല്ലിടാൻ വന്നിട്ട് ഇവർ സമ്മതിച്ചില്ല. ഇവിടെ കല്ലിടാനൊക്കെ അന്ന് ഇവർ EP ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നിട്ട് കല്ലിട്ടാൽ മതി എന്ന് പറഞ്ഞു. ശരി, അതിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് നമ്മളെ അറിയിച്ചില്ല? നമ്മളെ അറിയിച്ചിട്ട് അവർ കെട്ടിക്കോ. കരിങ്കല്ല് കൊണ്ട് 5 അടി പൊക്കത്തില് EP CD ലൈനിൽ കൂടി കെട്ടുക എന്നുള്ളതാണ് കോടതി വിധി വന്നിരിക്കുന്നത്. അതവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുമില്ല. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പകുതി പൊക്കത്തിൽ കെട്ടിയിട്ടുണ്ട്, മൊത്തം അകത്ത് ശ്രീകോവിലിന്റെ അകത്ത് കെട്ടിയിട്ടുമില്ല. ശ്രീകോവിൽ ടച്ച് ചെയ്താണ് പോയിരിക്കുന്നത്. ശ്രീകോവിൽ തട്ടിക്കൊണ്ടായിരിക്കും പോണത്. മുമ്പ് അതായത് അവിടുന്ന് സർവേര് താലൂക്കിൽ നിന്ന് വന്ന് അളന്നപ്പോഴത്തേക്ക് ശ്രീകോവിൽ തട്ടിക്കൊണ്ടാണ് പൊക്കോണ്ടിരുന്നത്. ഇവരിപ്പോൾ വന്ന് അളന്നിരിക്കുന്നതിനകത്ത് ശ്രീകോവിൽ തട്ടിയിട്ടില്ല. നമ്മളെ ബോധ്യപ്പെടുത്താതെ ഇങ്ങനെയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. ഇനി നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ, അത് ചെയ്തിട്ടില്ല. ഏതായാലും വളരെ വിചിത്രമായൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇവരൊക്കെ അന്വേഷിച്ച് വന്നത്. 2 പേരുടെയും ഞങ്ങൾ ചോദിച്ചു നോക്കി. അവിടുത്തെ ആൾക്കാർ ഞങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റം എല്ലാത്തിലും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും വളരെ വിചിത്രമായ സംഭവമാണ്. ഒരു ക്ഷേത്രത്തിനെ മതിൽ കെട്ടി 2ആയി തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ച. ഇത് ഇവിടെയാണ്, അയിരൂരാണ്, മാമ്പഴമുണ്ട് ഗണപതി ക്ഷേത്രം. ഏതായാലും ഞങ്ങൾ അറിഞ്ഞ ഈ ഒരു വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.